ഹായ് ഹലോ നമസ്കാരം. അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. അപ്പോ ഇന്നത്തെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും എന്നോട് സേഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സേഫ് ആണ്. ഇന്ന് ഇസ്രയേലിന്റെ നേർക്ക് 35-ലധികം മിസൈൽസ് ഇറാൻ വർഷിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, ഇസ്രയേൽ ഡിഫൻസ് സിസ്റ്റം അതിനെയൊക്കെ നിർവീര്യമാക്കിയതായിട്ടാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്സ്. ആർക്കും ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത്, നിരപ്പായ ഒരു പ്രദേശത്ത് മിസൈലിന്റെ ഒരു അവശിഷ്ടം വീണ് തീപിടുത്തമുണ്ടായി. അത് നിരപ്പായ ഒരു പ്രദേശമായിരുന്നു, അവിടെ കെട്ടിടങ്ങൾ പോലുമില്ല. ബാക്കിയെല്ലാം ഇസ്രയേൽ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായിട്ടാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്സ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. തീർച്ചയായിട്ടും ഇന്ന് ജെറുസലേമിലും 2 തവണ സൈറൺ അടിച്ചു. നമ്മൾ സേഫ്റ്റി റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. എവിടെയും നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തിയെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പറ്റുന്ന പോലെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഖത്തറിന് നേരെ 6-ലധികം മിസൈൽസ് വർഷിച്ചതായിട്ട് ഒരു റിപ്പോർട്ട്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഭാരതീയ മക്കളും അവിടെ സേഫ് ആയിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോ ഇറാൻ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഖത്തറിലേക്ക് ഉണ്ടായത്. അപ്പോൾ ആളുകളെല്ലാം പരിഭ്രാന്തരായിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇസ്രയേലിൽ നിൽക്കുന്നവർക്ക് യുദ്ധം ദിവസവും നമ്മൾ ഒരു വർഷം കഴിഞ്ഞു പോയ ആൾക്കാർക്ക് ദിവസവും ഇവിടെ യുദ്ധങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് പരിഭ്രാന്തിയോ അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു യുദ്ധം കാണുന്ന, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്താ സംഭവിക്കാന്നറിയില്ല, നിങ്ങൾ സ്വാഭാവിക ജീവിതം നയിക്കുന്നു, പെട്ടെന്ന് സൈറൺ അടിക്കുന്നു, മിസൈൽസ് വീഴുന്നതായിട്ട് അറിയുന്നു, ജനങ്ങളെല്ലാരും പരിഭ്രാന്തരായി ഓടുന്നു. ഒരു വല്ലാത്ത ഭീതിജനകരമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ ഇപ്പൊ നമ്മുടെ ഭാരതീയ മക്കളും കടന്നുപോയിട്ടുണ്ടായിരിക്കും. ഖത്തറിലുണ്ടായ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. കാരണം ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആദ്യമൊക്കെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ആദ്യമായിട്ടൊരു യുദ്ധാന്തരീക്ഷമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയവും കാര്യങ്ങളും, അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് 2021 ഇവിടെ ഒരു യുദ്ധം സമാനമായ സാഹചര്യം കടന്ന ആ ഒരു സമയത്ത് എനിക്കും ഉണ്ടായിരുന്ന ഭയങ്കരമായ ഒരു ഭീതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ആശങ്ക തരത്തിലുള്ള രീതിയിലേക്ക് ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല. അപ്പം ഖത്തറിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെല്ലാവരും സേഫായിട്ടിരിക്കുക. തീർച്ചയായിട്ടും അവിടുത്തെ സിവിലിയൻസിനും യാതൊരു കുഴപ്പമില്ലാതെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഖത്തറിലിരുന്ന് ഒരുപാട് ആൾക്കാർ ഇറാന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയുണ്ടായി. അത് ഞാൻ പല വീഡിയോസിന്റെ അടിയിലും വന്നിട്ട് വളരെ മോശകരമായ രീതിയിൽ കമന്റ്സ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ വ്യക്തിഹത്യ വരെ നടത്തിയിട്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇറാന് സപ്പോർട്ടുമായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്നം തരുന്ന നാടാണ് ഖത്തർ എന്ന് പറയുന്നത്. ആ ഖത്തറിന് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഇറാൻ കയറി ആക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിൽക്കുമോ അതോ നിങ്ങൾക്ക് അന്നം തരുന്ന ഖത്തറിന്റെ ഭാഗത്ത് നിൽക്കുമോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം അത്രത്തോളം നിങ്ങൾ ഇറാന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വളരെ മോശകരമായ രീതിയിൽ കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാനന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അന്നം തരുന്ന നാടിനോട് എനിക്ക് എന്നും കൂറുണ്ടാവുമെന്നും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് അന്നം കഴിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പം ജോലി ചെയ്യുന്ന നാട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നം തരുന്ന നാടാണ് ഖത്തർ. ആ ഖത്തറിന് നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇറാൻ ആക്രമിച്ചിട്ടിരിക്കുകയാണ്. 6ഓളം മിസൈൽസ് ഉതിർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പം ആരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്ത് തന്നെ പറഞ്ഞാലും എല്ലാവരും സേഫായിട്ട് സുരക്ഷിതമായിരിക്കുക. ഇപ്പൊ ഞാൻ വിദേശ ചാനൽസുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ന്യൂസ് അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നിലവിൽ വരുന്ന വാർത്തകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഖത്തറിനും ദോഹയ്ക്കും നേരെ ഇറാൻ 6 മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ട് പുതിയ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇറാൻ അമേരിക്കയും ഖത്തറുമായും യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. ഖത്തറിലെ എയർഫോഴ്സ് അൽ ഉദൈദ് എയർബേസിൽ തീപിടുത്തമുണ്ടായി. ഇത് ജനങ്ങളെ വളരെയധികം രീതിയിൽ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. മിസൈൽ വീണതിന്റെ ഭാഗമായിട്ടാണ് അവിടെ തീപിടുത്തമുണ്ടായത്. ഇറാഖിലും ബഹ്റൈനിലും തീപിടുത്തമുണ്ടായി.
കുവൈറ്റിലെ അലി അൽ സലൈൻ സൈനിക കേന്ദ്രത്തിൽ സൈറൻ മുഴങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടിയതായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് വിദേശകാര്യ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൾ അസീസിൽ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളായിട്ട് അവിടുത്തെ രാജാവ് എടുത്തിട്ടുണ്ടെന്ന് നമുക്കിപ്പം അറിയുന്നുണ്ട്. സൗദിയുടെ എയർബേസിൽ നിന്നും 30-ലധികം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നതായിട്ടും നമുക്ക് പുതിയ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ച പുതിയ റിപ്പോർട്ട് എന്ന് വെച്ചാൽ തുറന്ന ആക്രമണത്തിന് തക്കതായ രീതിയിൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഖത്തറിന് അവകാശമുണ്ട്. സോ ഖത്തറിന്റെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഇറാന് നേരെ ഒരു യുദ്ധം ഉണ്ടാവും. അന്താരാഷ്ട്ര യുദ്ധ നിയമപ്രകാരം ഖത്തറിനും അതിന് അവകാശമുണ്ട്. കാരണം ഖത്തറിന് നേരെ അവര് 6ഓളം മിസൈൽസ് ഇട്ടതുകൊണ്ട് തന്നെ ഖത്തറിനും തിരിച്ചു പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്. ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ച പോലെ തുറന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. തീർച്ചയായിട്ടും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ പലരുടെയും ജോലി നഷ്ടപ്പെടാനും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ആരുടെയും ജോലി നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക. അവരെല്ലാവരും ഭയത്തിലായിരിക്കും. എല്ലാവരോടും വിളിച്ചിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. എല്ലാവരും സേഫായിട്ടിരിക്കേണ്ട എന്റെ ഭാരതീയ മക്കൾ തീർച്ചയായിട്ടും സേഫായിട്ട് ഇരിക്കുക. ആരുടെയും ജോലിയൊന്നും നഷ്ടപ്പെടാതെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. യുദ്ധ സാഹചര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീരാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്, നിങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. നമുക്കൊന്നിച്ച് സമാധാനമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോ എല്ലാവരും സേഫായിട്ടിരിക്കുക. വരും ദിവസങ്ങളിൽ കിട്ടുന്ന ന്യൂസ് ഞാൻ ലൈവ് അപ്ഡേഷൻ തരുന്നതായിരിക്കും. നന്ദി.